ഹലോ. അപ്പൊ ഞാനേ പോവാനൊരുങ്ങിട്ടോ. ഒരു ദിവസമുള്ള മംഗളയിൽ നിൽക്കാൻ പറ്റിയത്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരാന്നുട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോഴേ ഞാൻ പുടേന്റെ മുന്നേ തിരക്കിട്ട് വീഡിയോ എടുത്തത് ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അടുത്ത് കുറേ പേര് എപ്പോഴും ഇങ്ങനെ ഈ ഹെയർ ഫോളിന്റെ കാര്യം എപ്പോഴും ചോദിക്കലുണ്ട്. ഇനി പ്രത്യേകിച്ച് ഈ മഞ്ഞുകാലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തലന്റെ സ്കാൾപ്പ് നന്നായിട്ട് ഡ്രൈ ആവേണ്ട ടൈമാണല്ലോ. അപ്പൊ ഒന്നും കൂടി മുടി കൊഴിച്ചിൽ കൂടും. നമ്മൾ എപ്പോഴും ഞാൻ മുന്നൊക്കെ വീഡിയോയിൽ പറയണ പോലെ ഇപ്പൊ ഒരു 100 വരെ മുടി 50-100 മുടിയൊക്കെ എന്തായാലും നമ്മളത് കൊഴിയും, എല്ലായിടത്തും കൊഴിയും. പക്ഷെ അതിനനുസരിച്ചിട്ട് കുറച്ചുകൂടി ഹെൽത്തി ആണെങ്കിൽ മുടി വീണ്ടും വരുന്നതുകൊണ്ട് നമ്മളത് അറിയണില്ല, അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പക്ഷെ മുടി കൊഴിയണുണ്ട്, എന്നാൽ മുടി തിരിച്ചു വരുന്നുമില്ല. നല്ലോണം കൊഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കാര്യങ്ങളൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യണം. അല്ലാണ്ട് വെറും ഓയിൽ മാത്രം തേച്ച് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല, വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഹോർമോൺ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് മുടി കൊഴിച്ചിലിനൊക്കെ തേക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓയിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ നിതന്റെ കയ്യിൽ കണ്ടു കേട്ടോ ആ ഒരു ഓയിൽ. അപ്പൊ അവള് പറഞ്ഞു നമുക്ക് യൂസ് ചെയ്തിട്ട് നല്ല മാറ്റമുണ്ട്, അത് നല്ല ഹെയർ ഫോൾ. അവള് കോളേജിലൊക്കെ പോകുന്നല്ലേ, അപ്പം ഇങ്ങനെ മുടി തലയൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ നല്ല മുടി കൊഴിച്ചിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവൾ ഈ ഒരു ഓയിൽ യൂസ് ചെയ്തതിനു ശേഷം അവൾക്ക് നല്ല മാറ്റമുണ്ട്, നല്ല ഓയിലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ കൂട്ടുകാർ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കും മുടി കൊഴിച്ചിലിന് പറ്റിയ റെമഡീസ് എപ്പോഴും ചോദിക്കും. അപ്പൊ ഞാൻ ഈ ഓയിൽ കണ്ടപ്പോഴേ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്, ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാമല്ലോ. ഈ ഇരിക്കുന്നതാണ് ആ ഓയിൽ. അപ്പൊ ഞാനത് അവിടെ നിന്ന് വാങ്ങിച്ചു തരുന്നു, ഞാനൊന്ന് വീഡിയോയിൽ കാണിച്ചു കൊടുക്കട്ടെ. അവൾ പുതിയതായിട്ട് വരുത്തിച്ചു തരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഓയിൽ കണ്ടപ്പോൾ ഈ ബോട്ടിൽ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടോ. ഇതിനെന്താ പറയാന്നറിയോ, ആദിവാസി കാച്ച് ഓയിലാണ് കേട്ടോ. അതായത് അവര് ആദിവാസികൾ അവരുടെ തനതായ രീതിയിൽ ഉണ്ടാക്കുന്ന ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ. ഇതിന്റെ ബോട്ടിൽ ചെയ്ത് തന്നെ നല്ല രസമുണ്ട്. ഇതിന്റെ ഉള്ളിലുണ്ടോ, ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കുറെ വേരുകളും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ട്. ഇപ്പം അധികം ഈ കാച്ചെണ്ണന്റെ ഒരു കുത്തുന്ന സ്മെല്ലൊന്നും ഇപ്പൊ അധികം ആർക്കും ഇഷ്ടമല്ല. പണ്ടൊക്കെ ഇങ്ങനെ കാച്ചെണ്ണ തേക്കും എന്നല്ലാണ്ട് ഇപ്പൊ ഇഷ്ടമല്ലല്ലോ. പക്ഷെ ഇതിന് അങ്ങനത്തെ ഭയങ്കര കുത്തുന്ന എണ്ണയൊന്നുമില്ല, ഉള്ള നല്ല രസമുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. നല്ല സ്മെല്ലാട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതായത് എനിക്കും ഇങ്ങനെ ഭയങ്കര കാച്ചെണ്ണന്റെ സ്മെല്ലൊന്നും എനിക്കും അധികം ഇഷ്ടമല്ല. പക്ഷെ ഇതിന്റെ ഈ ഓയിലിന്റെ എണ്ണ നമുക്ക് ഈ ഓയിലിന്റെ സ്മെല്ല് നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഇതിൽ അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓയിലൊക്കെ അങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതും അതെ, അതായത് ഇതിന്റെ ഒരു എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഓയില് ഓവർനൈറ്റ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്കൊക്കെ ഓവർനൈറ്റ് ഉപയോഗിക്കണത് നല്ല കേട്ടോ. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന്റെ മുന്നേ ഒരു പാകത്തിന് എടുത്തിട്ട് എപ്പോഴും മുടിയിലല്ല, മുടിനേക്കാളും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഒരു സ്കാൾപ്പാണ് കേട്ടോ. അപ്പം നന്നായിട്ട് 2-3 മിനിറ്റ് മസാജ് ചെയ്യണം എപ്പോഴും നല്ലതാണ്. കാരണം ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടാനും നമ്മുടെ ഈ ഓയിലൊന്നും ഉള്ളിലേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട് നല്ലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നല്ല കേട്ടോ. പിന്നെ ഇതുപോലത്തെ കോമ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പല്ലിങ്ങനെ ഇങ്ങനെ വിട്ടുവിട്ടിട്ടുള്ള കോമ്പുകൾ ഉണ്ടാവില്ലേ, അതുപോലത്തെ പല്ലകലുള്ള കോമ്പ് ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് എണ്ണ തേച്ചതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ വാരണം നല്ല കേട്ടോ. നമ്മളെ ഈ സ്കാൾപ്പിലൊക്കെ ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ഈ ഓയില്. അപ്പൊ ഓവർനൈറ്റ് അങ്ങനെ നീരിറക്കം അങ്ങനെ ഒരുവിധം ഇങ്ങനത്തെ ഈ എണ്ണയിലും തേക്കുമ്പോൾ അങ്ങനെ നീരിറക്കൊന്നും ഉണ്ടാവില്ല. അതിനുള്ള റെമഡീസ് ഒക്കെ ഉണ്ടാവും, കാരണം അവർ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ പ്രോഡക്റ്റ് അല്ലേ. അപ്പം അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷെ ഇനിയിപ്പോൾ ഓവർനൈറ്റ് തേച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ളവർക്ക് കുഴപ്പമില്ല. നമ്മൾ രാവിലെ ഒരു ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 2-3 അപ്പൊ നമുക്ക് ഒരു 2-3 മണിക്കൂർ വരെ നമ്മൾ മോർണിംഗ് ജോലി ചെയ്യുമല്ലോ, കുളിക്കുന്നത് വരെ. അപ്പൊ ഏർലി മോർണിംഗ് ഒന്നും കുളിക്കാത്ത ആളുകൾക്ക് തലയിൽ തേച്ച് വെച്ചിട്ട് എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പോലെ വാഷ് ചെയ്ത് കളയണത് നല്ലതാണ് കേട്ടോ. ഹെയർ വാഷ് ചെയ്യണത് പിന്നെ ഇപ്പൊ ഒരുവിധം എല്ലാവരും ഷാമ്പൂവിനാണ് യൂസ് ചെയ്യുന്നത്. പൊടിയൊക്കെ ഈ കടലമാവൊക്കെ യൂസ് ചെയ്യുന്നവർ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഷാമ്പു വളരെ മൈൽഡ് ആയിട്ടില്ല, ഒരുപാട് കെമിക്കലുള്ളതല്ല, മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് തലയിൽ തേക്കുക, ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കേട്ടോ. അതൊരു ഷാമ്പു അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് നന്നല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു ഓയിൽ ആഴ്ചയിൽ ഇനിയിപ്പോൾ എന്നും തേച്ചാൽ അതിന്റെ ഒരു ഗുണം ഉണ്ടാവും. പക്ഷെ എന്നൊന്നും തല എണ്ണയിട്ട് വാഷ് ചെയ്യണമെന്നില്ല കേട്ടോ. ആഴ്ചയിൽ ഒരു 3 തവണ, ഞാനൊക്കെ ആഴ്ചയിൽ 3 തവണയാണ് നല്ല ഓയിലും ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ ഇട്ട് മുടി വാഷ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. അപ്പം ഇത് അങ്ങനെ മുടി കൊഴിച്ചിലിന് ഇപ്പോൾ ഒരുപാട് എണ്ണകളൊക്കെ യൂസ് ചെയ്തു, പക്ഷെ ഒരു ഗുണമൊന്നും കിട്ടുന്നില്ല, അങ്ങനെ ടെൻഷനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ആദിവാസി കാച്ച് ഓയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. നമ്മളിപ്പം ഞാൻ ഒരുപാട് എണ്ണകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടാവും. അത് പലർക്കും പലതും യൂസ് ആയിട്ടുണ്ടാവും. ചിലർക്ക് അത് ഫ്ലോപ്പ് ആയിട്ടുണ്ടാവും. കമന്റ്സ് തന്നെ വരാറുണ്ട്, ഞാൻ തേച്ചു എനിക്ക് യൂസ് ഒന്നും ആയില്ല. അപ്പം എല്ലാവരുടെയും ഈ ഹോർമോൺ ആണെങ്കിലും ബോഡി പ്രകൃതി ആണെങ്കിലും ഹെയർ ടൈപ്പ് എല്ലാം വ്യത്യാസമല്ലേ. അപ്പം എല്ലാവർക്കും എല്ലാ സാധനവും സെറ്റ് ആവില്ല. പക്ഷെ നമ്മളിങ്ങനെ പലതും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലത് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഓക്കെ ആണല്ലോ, അത് തോന്നുമ്പോൾ നമ്മൾ അതിന് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ ഇന്ന പോലെ ഇതുവരെ ഞാൻ കാണിച്ചു തന്ന ഓയിലുകളോ നിങ്ങൾക്ക് അറിയുന്ന ഓയിലുകളോ ഒന്നും യൂസ് ചെയ്തിട്ടും വലിയൊരു മാറ്റമൊന്നും തോന്നുന്നില്ല എന്നുള്ളവരെ ഈ കാച്ച് ഓയിൽ കൂടി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ആർക്കൊക്കെ ഇത് പറ്റും എന്നറിയില്ലല്ലോ, സക്സസ് ആവും എന്നറിയില്ലല്ലോ. അപ്പൊ ഇതിന്റെ പുറത്തന്നെ എഴുതിയിട്ടുണ്ടല്ലോ 100% ഹാൻഡ് മെയ്ഡ് ആണ്, അതുപോലെ ഗ്യാരണ്ടീഡ് റിസൾട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ആദിവാസികളൊക്കെ, അങ്ങനെ പറയാൻ പറ്റുമെന്ന് അല്ലാതെ ആദിവാസികൾ ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന ആളുകളല്ലേ, അപ്പം അവരിങ്ങനെ കൊണ്ടുപോകല്ലോ നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ ഓരോ സാധനങ്ങളും പച്ചമരുന്നൊക്കെ. അപ്പൊ ഇതിപ്പോ ബ്രാൻഡഡ് ആക്കിയിട്ട് ഇറക്കിക്കാണ് അവർ കേട്ടോ. 5 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ആദിവാസി ഹെർബൽ ഹെയർ ഓയിൽ
പിന്നെ അത് കൊടുത്തിട്ടുണ്ട് ഹെയർ ഗ്രോത്തിന്, എൻഹാൻസ് ഹെയർ, സ്ട്രോങ് ഹെയർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഒന്നാമത് നമ്മുടെ ക്ലൈമറ്റിന്റെ വലിയൊരു പ്രശ്നമാണ് കേട്ടോ, ഈ മുടിയിലൊക്കെ നമ്മള് പെട്ടെന്ന് ഗ്രേ ഹെയർ വരാനും, അതുപോലെ ഡാൻഡ്രഫ് മെയിൻ ആയിട്ട് പൊല്യൂഷൻ കാരണം ഈ തലയിലുള്ള ചളിയൊക്കെ എന്തായാലും നമ്മൾ പുറത്തുകൂടെ പോകുമ്പോഴൊക്കെ പാറി വരുന്ന പൊടികളും കാര്യങ്ങളൊക്കെ തലയിൽ അടിഞ്ഞിട്ടാണ് ഈ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസിനും ഇതൊന്നും അല്ല, നമ്മൾ ഈ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ട് വരുന്ന ആ ഒരു ഇച്ചിങ്ങിനും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. അതിന്റെ പുറത്ത് എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് നോക്കിയത് നല്ല ലോങ് ഹെയർ ഉണ്ടാവും എന്നൊക്കെ ഒരു ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഒക്കെ നമുക്ക് യൂസ് ചെയ്താലേ അറിയുള്ളൂ. ഫോർ ബെസ്റ്റ് റിസൾട്ട് എഴുതിയിരിക്കുന്നത് ഡെയിലി യൂസ് ചെയ്യാനാണ് കേട്ടോ. ഡെയിലി എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടാവും, മുടിയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യണേ, അങ്ങനെയുള്ളവർ ഡെയിലി യൂസ് ചെയ്തോ. പക്ഷെ എന്നെ പോലെ അങ്ങനെ ഡെയിലി ഒന്നും യൂസ് ചെയ്യാത്തവർക്ക് ഒരു 3 ദിവസം ആഴ്ചയിൽ തേച്ചാലും കുഴപ്പമില്ല. മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുള്ളതേ കോക്കനട്ട് മിൽക്ക് ഉണ്ട്, ഭൃംഗരാജ് ഉണ്ട്, കസ്തൂരി ലീഫ് ഉണ്ട്, അലോവേര ഉണ്ട്, നീം ഉണ്ട്, ബ്രഹ്മി ഉണ്ട്, ഹിബിസ്കസ് ഉണ്ട്, പിന്നെ തുളസി, ഹെന്ന, പെപ്പർമിന്റ്, പിന്നെന്താ ജതമൻസി, അങ്ങനെ എന്തോ സാധനമുണ്ട്, ബ്ലാക്ക് സീഡ് ഓയിൽ ഉണ്ട്, ഷാലറ്റ് ഉണ്ട്, ചെറിയുള്ളി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓയിലാണ്. പ്രത്യേകിച്ച് ബോട്ടിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റിയുള്ള ബോട്ടിലുമാണ്, പാക്കിങ്ങും ഭയങ്കര രസമുണ്ട്. കുറെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഇതിനുള്ളിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അവർക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ എന്തായാലും 1 മാസം എന്തായാലും ഉണ്ടാവും. എങ്ങനെ നമ്മൾ യൂസേജ് അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പം ഇതൊരു പുതിയ പ്രോഡക്റ്റ് ഞാനിപ്പോൾ കണ്ടതാണ് ഇവിടെ വന്നപ്പം. അപ്പം എന്തായാലും പോകുന്നതിന്റെ മുന്നേ ഇത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തരാണ് കേട്ടോ. അപ്പം എന്തായാലും ഇത് വാങ്ങിക്കാനുള്ള ഇവർ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ അവർ നേരിട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ. അപ്പം എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കിയത് പുതിയൊരു പ്രോഡക്റ്റ് അല്ലേ. നമ്മൾ ആദിവാസി കേച്ച് ഓയിലിന്റെ വിശേഷങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ, യൂസ്ഫുൾ ആയി തോന്നിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടും കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പോവാണ്, പട്ടാമ്പിക്ക് പോവാണ്. ഷാജിന്റെ വീട്ടിലേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, തരാം.